الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അറാഫിലെ 139 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് 140 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال أغير الله أبغيكم إلها وهو فضلكم على العالمين. وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. മൂസ അലൈഹിസ്സലാം ആയി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. ഒടുവിൽ മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തെ ചെങ്കടൽ കടത്തി സീനായ് മരുഭൂമി ഉള്ള പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. അതിനു മുമ്പ് സംഭവബഹുലമായ ഒരുപാട് സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സീനായ് മരുഭൂമിയിൽ എത്തിയപ്പോൾ അവര് കടൽക്കരയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കണ്ടത്? യഅകിഫൂന അലാ അസ്നാമിൻ ലഹും അലാ ഖൗമി യഅകിഫൂന അലാ അസ്നാമിൻ ലഹും. അവിടെ ഒരു സമൂഹത്തെ കണ്ടു. അവര് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമൂഹത്തെയാണ് കണ്ടത്. അപ്പോ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹിസ്സലാമിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്താ ആവശ്യപ്പെട്ടത്? യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. കണ്ടോ മൂസ, ഇവർക്കൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ട്, നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവങ്ങൾ. അതുപോലെ ഒരെണ്ണം നമുക്കും കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം എങ്ങനെ പ്രതികരിച്ചത്? ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾ വിഡ്ഢികളായ, അവിവേകികളായ, അജ്ഞരായ സമൂഹമായി പോയല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഹഉലാഇ മുതബ്ബറുൻ. ഇവര് നശിപ്പിക്കപ്പെടുന്ന സമൂഹമാണ്, നാശം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സമൂഹമാണ്, ഇവര് നശിക്കാനുള്ളവരാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല മാഹും ഫീഹി ബാത്തിൽ മാ കാനൂ യഅമലൂൻ. അവര് ചെയ്യുന്നത് തികഞ്ഞ മിഥ്യയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മുതബ്ബറും മാഹും ഫീഹി, അവർ ഏതിലാണോ ഉള്ളത് ഇതൊക്കെയും നശിപ്പിക്കപ്പെടുന്നതാണ്. വ ബാത്തിലും മാ കാനൂ യഅമലൂൻ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഥ്യയാണ്, അസത്യമാണ് എന്ന് മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു. ശരിക്കും എന്താ ഇവിടെ ഉണ്ടായത്? അള്ളാഹുവിങ്കൽ നിന്നുള്ള സഹായം മൂസ അലൈഹിസ്സലാമിന് മുഅ്ജിസത്തായിട്ട് നേരിട്ട് കിട്ടുന്നത് കണ്ടവരാണ് ഇസ്രായേല്യർ, അല്ലെ? അതിൽ ഒടുവിലത്തെ സംഭവമാണ് മൂസ അലൈഹിസ്സലാം ചെങ്കടലിൽ വടിയടിച്ചപ്പോ ചെങ്കടൽ പിളർന്നു. ആ വഴിയിലൂടെ ഇവര്
സഞ്ചരിച്ച് മറുകര എത്തിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഫിർഔനും കൂട്ടരും മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. നേരിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള മുഅ്ജിസത്ത് അനുഭവിച്ചവരാണ് അവര്. എന്നിട്ടാണ് കുറച്ച് മുന്നോട്ട് പോയപ്പോ അവര് വിഗ്രഹാരാധന കണ്ടപ്പോൾ നമുക്കും ഇതുപോലൊരെണ്ണം കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു നന്ദികേടല്ലേ ഇത്? പക്ഷെ എന്തുകൊണ്ടാണ് ഒരു പ്രവാചകൻ കൂടെ ഉണ്ടായിട്ടും ഇസ്രായേൽ സമൂഹത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത്? അവര് നിരന്തരം തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഏകദൈവത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും അവരുടെ ഉള്ളില് ഇങ്ങനെ ബഹുദൈവത്വപരമായ ശിർക്ക്പരമായ ചിന്താഗതി ഉണ്ടായത് എങ്ങനെയാണ്? അതിന് പിന്നില് ഒരു മനഃശാസ്ത്ര വശമുണ്ട് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്താൽ അതിജയിക്കപ്പെടുമ്പോൾ, ഒരു സമൂഹത്തെ മറ്റൊരു സമൂഹം തോൽപ്പിച്ച് അടക്കി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, എങ്ങനെയായാലും ഉള്ളില് തങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അടിമപ്പെടുത്തിയിരിക്കുന്ന സമൂഹത്തോട്, ഭരണകൂടത്തോടൊക്കെ എന്തോ ഒരു വിധേയത്വം ഉള്ളിലുണ്ടാവും. അത് ഭയം കൊണ്ടാകാം, അതല്ലെങ്കിൽ ഭൗതിക താല്പര്യങ്ങൾ കൊണ്ടാകാം. അങ്ങനെ സംഭവിക്കും. ഒരു അധമ മനസ്സ് രൂപപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഖിബ്തികളെ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുമായിട്ടാണല്ലോ ഇസ്രായേലിയർ കണ്ടിരുന്നത്. ഖിബ്തികൾക്ക് വിഗ്രഹങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്, കുലദൈവങ്ങളുണ്ട്. അങ്ങനെയാണ് അവരുടെ ജീവിതം. ഇത് ഈജിപ്തിലെത്തിയ ഇസ്രായേലിയർ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റൊരു നാട്ടിലെത്തി അവിടെ വിഗ്രഹാരാധന കണ്ടപ്പോൾ നമുക്കും ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവാണ്. പൊതുവെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യമൊക്കെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഒരു കാലത്ത്. അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ, ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ പലതും അങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാർ കെട്ടിയിട്ടും ഒരു 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ അവരുടെ സംസ്കാരവും അവരുടെ ശൈലിയും പല കാര്യങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊരു പ്രയോഗം തന്നെ ഉണ്ട്, സായിപ്പിനെ കാണുമ്പോൾ കവാത്തും മറക്ക എന്ന് പറയും അല്ലേ? എന്ന പോലെ ഉള്ളില് ഈ ഒരു അധമ മനസ്സ് അല്ലെങ്കിൽ അടിമ ബോധം വേരുറച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആ ഭാഷയോട്, അവരുടെ ഭാഷയോട് വല്ലാത്തൊരു അഭിനിവേശം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ സംസ്കാരമുള്ളവനായി, വലിയ നിലവാരമുള്ള പുരോഗമന ചിന്താഗതിയുള്ളവനായി എന്നൊക്കെയുള്ള വിചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ലേ? അതുപോലെ അവർ വിട്ടേച്ചു പോയ പല കാര്യങ്ങളും ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് കാണാം. ഓഫീസ് ടൈം 10 മണിയാകുന്നു, കോടതിയാണെങ്കിൽ 11 മണിയാകുന്നു. അതുപോലെ അവിടേക്കുള്ള പല ചിട്ടവട്ടങ്ങളിലും അവിടുത്തെ പ്രയോഗങ്ങൾ, അഭിസംബോധന രീതികൾ, അതിലൊക്കെയും ആ നേരത്തെ തങ്ങളെ അടക്കി ഭരിച്ച, കോളനിവൽക്കരിച്ച ആ സമൂഹത്തിന്റെ പല ചിഹ്നങ്ങളും ശീലങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കാണാം. ചിലത് മനസ്സിനെ സ്വാധീനിച്ച് മനസ്സിൽ മൂടുറച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. പല കാര്യങ്ങളും അങ്ങനെയാണ്. മറ്റു സമൂഹങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അനുകരിച്ച് അന്ധമായിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല ശീലങ്ങളും അങ്ങനെയാണ്. ജന്മദിനം കൊണ്ടാടുന്നത് അങ്ങനെയാണ് അല്ലേ? അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ സംസ്കാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. ബർത്ത്ഡേ പാർട്ടികളൊക്കെ പാശ്ചാത്യ നാടുകളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. ഒരുപക്ഷെ അങ്ങനെ പ്രവാചക ദിനം കൊണ്ടാടുന്നതിൽ പോലും അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവാം. ഇതുപോലെ പല കാര്യങ്ങളും ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന പല അനാചാരങ്ങളെ കുറിച്ചും പഠിച്ചു നോക്കും. മരണവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങള് അല്ലെ, 3-ന്, 7-ന്, 40-ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിശേഷ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ കാണും. അപ്പൊ അതൊക്കെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വരുന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക.
ചിന്തിച്ചു നോക്കുമ്പോൾ 41 പകരം 40 അങ്ങനെയുണ്ടല്ലോ. പലതരം അടിയന്തരങ്ങൾ നടക്കുമ്പോൾ നമുക്ക് 16 അടിയന്തരം, അല്ലെങ്കിൽ 7-ന് 3-ന്, ഇങ്ങനെയൊക്കെ അതിനൊരു പ്രത്യേകത കണ്ടെത്താൻ ശ്രമിക്കാം. വർഷത്തിലൊരിക്കല് വാവുബലി നിർവഹിക്കാറുണ്ട്. എന്ന പോലെ ആണ്ട് എന്ന രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാം, മരണപ്പെട്ടവരെ കുറിച്ച് ബന്ധപ്പെട്ടുകൊണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ശീലങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് കടമെടുത്ത, അവരെ അനുകരിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളതായിരിക്കും പലതും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ ഇസ്രായേൽ സമൂഹം, അവരോടൊപ്പം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നിട്ടും വിഗ്രഹാരാധന കണ്ടോ ഇതുപോലെ ഒരെണ്ണം നമുക്കും കിട്ടിയെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോവാണ്. കാരണം അവർ കണ്ട അധികാര സമൂഹം, ഫിർഔനിന്റെ സമൂഹം വിഗ്രഹാരാധന നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കുമോ അവർക്ക് വലിയ പുരോഗതിയും അധികാരവും രാജ്യവും ഒക്കെ കൈവശം കിട്ടിയത്? അതേപോലെ നമുക്കും ലഭിച്ചെങ്കിലോ എന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടാണ്. സമ്പന്നരായ ആളുകളുടെ ശീലങ്ങൾ പലതും ദരിദ്രരിലേക്ക് കടന്നു വരുന്ന അങ്ങനെയാണ്. വിവാഹത്തിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നില്ലേ, സമ്പന്നർ കാണിക്കുന്നത് പോലെ നമ്മളും കാണിച്ചാൽ നമ്മളും സമൂഹത്തില് വിലമതിക്കപ്പെടുന്നവരായിട്ട് മാറും. നമ്മളും അത്യാവശ്യം പത്രാസൊക്കെ ഉള്ള, സാമ്പത്തികമൊക്കെ ഉള്ളവരാണ് എന്ന് മറ്റുള്ളവർ കരുതിക്കോളും എന്ന നിലയിലാണ് കല്യാണത്തിന്റെ അനുബന്ധമായി പലതരത്തിലുള്ള കല്യാണങ്ങൾ അല്ലെ, ഡ്രസ് കോഡും മെഹന്തിയും ഹൽദിയും മൈലാഞ്ചിയും ഇങ്ങനെ തുടങ്ങിയിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. എൻഗേജ്മെന്റിന് മിഠായിയുമായിട്ട് നിരനിരയായി ആളുകൾ നിൽക്കുന്നു, താലപ്പൊലി മേളം പോലെ. എന്നിട്ട് അങ്ങനെ അതുമായിട്ട് അങ്ങനെ കടന്നു പോകുന്നു. ഇതൊക്കെ എവിടുന്ന സംഭവിക്കുന്നത്? ആരൊക്കെയോ അനുകരിച്ചു പോവാണ്. ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അവിടെയാണ് മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കേട്ടില്ലേ, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിഡ്ഢികളായ സമൂഹമായിരിക്കുന്നു. എന്താ അങ്ങനെ പറഞ്ഞത്? അവരെ അപമാനിച്ചാണോ? അല്ല, സ്വയം ചിന്തിക്കുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മളും മുമ്പേ ഗമിച്ചിടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കുന്നു ഗോക്കളെല്ലാം എന്ന അവസ്ഥയില് അന്ധമായിട്ട് അനുകരിക്കുന്നു എന്ന ഉദ്ദേശം. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. എന്നിട്ട് പറയാണ്, ഇന്ന ഹൗലാഇ മുതബ്ബറും മാ ഹും ഫീ. ഈ സമൂഹമുണ്ടല്ലോ, ഇങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന സമൂഹം, മുതബ്ബറും മാ ഹും ഫീ, അവരിപ്പോൾ നിലകൊള്ളുന്ന നിലപാടുകൾ, ആശയങ്ങൾ എല്ലാം നശിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. അസത്യത്തിന് നിലനിൽപ്പുണ്ടാവില്ല. താൽക്കാലികമായിട്ട് അതിങ്ങനെ ഹാവഭാവങ്ങളിൽ വല്ലാതെ പൊലിമയോടുകൂടി നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥത്തില് സമൂഹത്തിന് പ്രയോജനകരമല്ല. വബാത്തിലും മാക്കാനു യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും നിഷ്ഫലമാണ്, ഒന്നും പ്രയോജനകരമല്ല എന്ന് മൂസ അലൈഹിസ്സലാം അവരെ ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഉണർത്തുകയാണ്. അപ്പൊ ശിർക്ക് അല്പായുസാണ്, മനുഷ്യനിർമ്മിതമായ കാഴ്ചപ്പാടുകൾ അല്പായുസാണ്. ദൈവികമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിദ്ധാന്തങ്ങൾ, ജീവിത വ്യവസ്ഥകൾ മാത്രമാണ് ലോകത്ത് എന്നും നിലനിൽക്കാൻ അർഹതയുള്ളത് എന്നാണ് മൂസ അലൈഹിസ്സലാം അവരെ ഉണർത്തിയത്. എന്നിട്ടോ ഇനി അവരോടൊരു ചോദ്യം ചോദിക്കാണ്. ഖാല അഗൈറ അല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫദ്ദലകും അലൽ ആലമീൻ. 140. മൂസ അലൈഹിസ്സലാം അവരോട് തുടർന്ന് സംസാരിക്കുകയാണ്. ഒരു ചോദ്യം, അഗൈറല്ലാഹി അബ്ഗീകും, അഗൈറല്ലാഹ്, ഗൈർ അല്ലാത്തത്, അഗൈർ അല്ലാത്തതിനെയാണോ അല്ലാഹ്, അഗൈറല്ലാഹ് അല്ലാഹു അല്ലാത്ത മറ്റൊരുവനെയാണോ അബ്ഗീകും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കേണ്ടത്? ബഗ യബ്ഗി, അന്വേഷിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അബ്ഗി ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നു. അബ്ഗീക്കും, അല്ലാഹു അല്ലാത്ത ഒരു ദൈവത്തെയാണോ
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കേണ്ടത് അബ്ഗീക്കും ഇലാഹൻ അഗൈറല്ലാഹി അബ്ഗീക്കും ഇലാഹൻ എന്നാണ് ചോദിക്കുന്നത്. വഹുവ അവനാകട്ടെ ആ അല്ലാഹു ഫല്ലലക്കും അവൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു അലൽ ആലമീൻ ലോക ജനതയ്ക്കു മേല് നിങ്ങളെ അവൻ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. എന്നിട്ടാണോ നിങ്ങൾ അല്ലാഹു അല്ലാത്ത വ്യാജ ദൈവ സങ്കല്പങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നത്? ഇങ്ങനെയാണ് മൂസ അലൈഹിസ്സലാം അവരോട് ചോദിച്ചത്. ഇതിൽ എല്ലാ ഉത്തരങ്ങളും അടങ്ങിയിട്ടുണ്ട് അല്ലെ. അഗൈറല്ലാഹി അബ്ഗീക്കും ഇലാഹൻ, അവര് ആവശ്യപ്പെട്ടല്ലോ ഞങ്ങൾക്കും ഒരു കാണാൻ കഴിയുന്ന ഒരു ദൈവം വേണ്ടിയിരുന്നു അല്ലെ. അപ്പോഴാ ചോദ്യം, അള്ളാഹുവെ വിട്ട് മറ്റ് ദൈവസങ്കല്പങ്ങളെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആരാണ് അള്ളാഹു? വഹുവ ഫല്ലലക്കും അലൽ ആലമീൻ, സർവലോകരെക്കാളും നിങ്ങൾക്ക് ശ്രേഷ്ഠത കൽപ്പിച്ചവനാണ് അള്ളാഹു. സൂറത്തുൽ ബഖറയിൽ 2 തവണ ഈ പ്രയോഗം വന്നത് ഓർക്കുന്നില്ലേ? ഇന്നി ഫല്ലൽതുക്കും അലൽ ആലമീൻ, നിങ്ങളെ സർവരിലും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അത് നമ്മൾ അന്ന് വിശദീകരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതെല്ലാ കാലഘട്ടത്തിലേക്കും ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നാണോ? അങ്ങനെയല്ല. ഈ സത്യമാർഗത്തില്, ഈ ആദർശമാർഗത്തിൽ അവർ എത്ര കാലം നിലകൊള്ളുന്നുവോ അത്രയും കാലം അവർ ശ്രേഷ്ഠരായിരിക്കും എന്നാണ് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പിന്നീട് എന്തായി? അവർ അവരുടെ ആദർശ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്. അതോടുകൂടി അല്ലാഹു തആല ആ പദവി അവരിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും പിന്നീട് ഖൈറു ഉമ്മത്തായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പും ഇങ്ങനെ തന്നെയാണ്. എത്ര കാലം ഇത് നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന് വേണ്ടി മുസ്ലിം സമൂഹം നിലനിൽക്കുന്ന കാലം മാത്രമേ അതിനും ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഏതായാലും മൂസ അലൈഹിസ്സലാം ഇങ്ങനെ അവരെ കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. വഹുവ ഫദ്ദലക്കും അലൽ ആലമീൻ. എന്നിട്ട് അത് വിശദീകരിക്കാൻ പോവാണ് അടുത്ത ആയത്തില്. വഇദ് അൻജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? വഇദ് അൻജൈന, നാം രക്ഷപ്പെടുത്തി, കും നിങ്ങളെ, മിൻ ആലി ഫിർഔൻ, ഫിർഔൻ സമൂഹത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. യസൂമൂനക്കും സൂഅൽ അദാബ്, എന്താണ് അവർ ചെയ്തിരുന്നത്? സാമയസൂമു, അനുഭവിപ്പിച്ചു എന്നാണ്, പീഡിപ്പിച്ചു. യസൂമൂനക്കും സൂഅൽ അദാബ്, നിങ്ങളെ വളരെ മോശമായ ശിക്ഷകൾ കൊണ്ട് പീഡിപ്പിച്ചിരുന്നു, അത് നിങ്ങൾ അനുഭവിപ്പിച്ചിരുന്നു എന്ന് പറയാണ്. അള്ളാഹു ആണ് ഇവിടെ സംസാരിക്കുന്നത്. യുഖത്തിലൂന അബ്നാഅക്കും, ഖത്തല കൊന്നു എന്നാണ്. ഖത്തല എന്ന് പറയുമ്പോൾ അതൊന്നുകൂടി സ്ട്രോങ് ആയിട്ട് പറയാണ്. യുഖത്തിലൂൻ, അറുകൊല ചെയ്തു, അബ്നാഅക്കും നിങ്ങളുടെ ആൺമക്കളെ, വയസ്തഹയൂൻ, അവര് ജീവിപ്പിച്ചു അഥവാ ജീവിക്കാൻ അനുവദിച്ചു. ആരെ? നിസാഅക്കും, നിങ്ങളിലെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ വെറുതെ വിട്ടു. വഫീ ദാലിക്കും, അതിൽ ഉണ്ടായിരുന്നു, ബലാഉൻ, പരീക്ഷണം, മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള അദീം, ഭയങ്കരമായ പരീക്ഷണം നിങ്ങൾക്ക് അതിൽ ഉണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചേർത്ത് പറയുകയാണ്. സൂറത്തുൽ ബഖറ 49-ാം സൂക്തത്തില് ഈ ആശയം വന്നിട്ടുണ്ട്. ഈ സൂറയിൽ തന്നെ 127-ാം സൂക്തത്തിലും ഇത് സംബന്ധമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അതിനാൽ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് അൻജൈനാകും മിൻ ആലി ഫിർഔന എന്ന് പറയുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. ആരോടാണ്? മൂസ അലൈഹി ഇസ്ലാം സംസാരിച്ചത് നേരിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള, ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള സമൂഹത്തോടാണ് സംസാരിച്ചത്. എന്നാൽ അല്ലാഹു തആല ഖുർആനിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത് നിലവിലെ മദീനയിലുള്ള
യഹൂദരെ ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. വഇദ് അൻജൈനാകും മിൻ ആലി ഫിർഔൻ, ഫിർഔൻ ഭരണകൂടത്തിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു ഇസ്രായേലരോട് പറയുന്നു. യസൂമൂനക്കും സൂ അൽ അദാബ്, വളരെ നിന്ദ്യമായ മോശമായ ശിക്ഷകൾ അവർ നിങ്ങളെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് യുഖത്തിലൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. എന്താണ് ഇതിനെ ഒറ്റ വാക്കില് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാം? വംശഹത്യയാണ്, അല്ലെ? ആൺമക്കളെ അറുകൊല ചെയ്യുന്നു, പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ വംശഹത്യയാണത്. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് ഫലസ്തീനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ വംശഹത്യയാണ്. കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. എന്താണ്? ഈ സമൂഹം വേരറ്റു പോകണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. വയസ്തഹ്യൂന നിസാഅക്കും, സ്ത്രീകളെ വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? സ്ത്രീകളെ അവർ പീഡിപ്പിക്കുന്നു, ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു, എന്നിട്ട് അവരിൽ തങ്ങളുടെ മക്കളെ ജനിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു വംശത്തെ ഇല്ലാതെയാക്കിയിട്ട് നിലവിലുള്ള സ്ത്രീകളിലൂടെ മറ്റൊരു വംശത്തെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. വളരെ ഗുരുതരമാണ് സാഹചര്യങ്ങൾ, അല്ലെ? ഇന്നും ലോകത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? പല ജയിലറകളിലും ഈ അവസ്ഥകൾ തുടരുന്നുണ്ടെന്നാണ്. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നിങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു എന്നാ പറയുന്നത്. വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അദീം, നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിങ്കിൽ നിന്നുള്ള ഗുരുതരമായ പരീക്ഷണം തീർച്ചയായിട്ടും ഇതിൽ ഉണ്ട് എന്ന് ഉണർത്തുകയാണ്. അതിൽ വലിയ പാഠങ്ങളും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി എന്നത് മുകളിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് വജാവസ്നാ ബി ബനി ഇസ്രായീൽ ബഹർ, അല്ലെ? ഇസ്രായേലരുമായിട്ട് കടൽ കടന്ന സംഭവം ഖുർആൻ മുകളിലത്തെ ആയത്തില് 138 ആയത്തില് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് ഇപ്പൊ ഇവിടെ ഇത് പരാമർശിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അവര് തങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹു തന്നെയും അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു തആല തന്നെ എടുത്തു പറഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള അള്ളാഹു കൂടെയുള്ളപ്പോഴാണോ നിങ്ങൾ വ്യാജ ദൈവ സങ്കല്പങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവും. ഇനി വീണ്ടും കുറച്ചുകൂടി ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. وواعدنا موسى 30 ليلة وأتممناها بعشر فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. 142 ആയത്താണ്. വവാഅദ്ന മൂസ, വാഅദ നിശ്ചയിച്ചു, കരാറിലേർപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. വവാഅദ്ന മൂസ, മൂസ അലൈഹിസ്സലാമുമായിട്ട് നാം സീനാമലയില് ഒരു തപസ് നിശ്ചയിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. 30 ലൈല, എത്ര നാളാണ്? 30 രാവുകൾ. വഅത്മംനാഹാ ബിഅശ്ർ, എന്നിട്ടോ അത്തമ്മ യുത്തിമ്മു, പൂരിപ്പിച്ചു, പൂർത്തീകരിച്ചു. അത്തമ്മ, അത്മംന, അവിടെ ആ ശദ്ദുള്ള മീമിനെ പിരിച്ചെഴുതിയതാണ് അത്മം ന. നാം അത് പൂരിപ്പിച്ചു, പൂർത്തീകരിച്ചു. അള്ളാഹു പറയാം ബിഅശ്രിൻ, 10 കൂടി ചേർത്തുകൊണ്ട്. ആദ്യം 30 ദിവസമാണ് നിശ്ചയിച്ചത്, പിന്നെ 10 കൂടി അതിന്റെ കൂടെ ചേർത്തു. അങ്ങനെ ഫത്തമ്മ മീഖാത്തു റബ്ബിഹി 40 ലൈല,
ഫതമ്മ, അങ്ങനെ അത് തികഞ്ഞു. മീഖാത്തു റബ്ബിഹി, അവൻ്റെ നാഥൻ നിശ്ചയിച്ച കാലം, ആ നിശ്ചിത കാലം പൂർത്തിയായി. 40, 40 ലൈലത്തൻ, രാവ്, 40 രാവുകളായിട്ട്. ആദ്യം 30, പിന്നെ 10 കൂടി ചേർത്തപ്പോൾ 40 രാവുകളായി. വഖാല മൂസ, മൂസ അലൈഹിസ്സലാം അപ്പോൾ അഭ്യർത്ഥിച്ചു. ലി അഖീഹി ഹാറൂൻ, തൻ്റെ സഹോദരനായ ഹാറൂനിനോട് പറഞ്ഞു. ഉഖ്ലുഫ്നി, നീ എനിക്ക് പകരക്കാരനാവണം, എൻ്റെ പ്രതിനിധിയാകണം. ഉഖ്ലുഫ് എന്താണ്? ഖലീഫയാകണം എന്നാണ്. ഖലഫ യഖ്ലുഫു. ഉഖ്ലുഫ്നി, നീ എൻ്റെ പകരക്കാരനാവണം. ഫി ഖൗമി, എൻ്റെ ജനതയിൽ. വ അസ്ലിഹ്, നീ നന്നാക്കണം, നല്ലത് പ്രവർത്തിക്കണം. വലാ തത്തബി, നീ പിൻപറ്റി പോകരുത്. സബീൽ, വഴി. അൽ മുഫ്സിദീൻ, നാശകാരികളുടെ വഴി നീ പിൻപറ്റരുത്. ഇങ്ങനെ മൂസ അലൈഹിസ്സലാം കൃത്യമായ ഉപദേശങ്ങൾ ഹാറൂൻ അലൈഹിസ്സലാമിന് കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന് പ്രത്യേക പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കണം. ആദ്യം 30 ദിവസം നിശ്ചയിച്ചു, പിന്നെ 10 ദിവസം അതിൻ്റെ കൂടെ ചേർത്തു എന്നാണ് പറയുന്നത്. സൂറത്തുൽ ബഖറ 51-ാം സൂക്തത്തില് 40 രാവ് നിശ്ചയിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. വഇദ് വഅദ്നാ മൂസ 40 ലൈല, നാം മൂസായെ 40 രാവ് പ്രത്യേകമായ പരിശീലനത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ ആദ്യം 30 പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ 10 എന്ന് ചേർത്ത് പറയുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ആ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ആദ്യം 30 പറഞ്ഞു, പിന്നെ അതിൻ്റെ കൂടെ 10 ചേർത്തു എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നിശ്ചിത കാലം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവെ ധ്യാനിച്ചും പ്രകീർത്തിച്ചും കഴിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു അള്ളാഹു താല മൂസ അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കുന്നത് എന്ന് മനസ്സിലാവും. അന്ന് അദ്ദേഹം രാവും പകലും വ്രതമനുഷ്ഠിക്കുമായിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട്. അത് അത്ര പ്രബലമല്ല. ആദ്യം 30 പിന്നെ 10 എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പൊ അതിൻ്റെ ഒരു വ്യാഖ്യാനം, ആദ്യം 30 ദിവസത്തെ തപസ്സാണ്, ഒരു ഇഅ്തികാഫ് പോലെ ഒരിടത്ത് കഴിച്ചു കൂട്ടുക. ഹിറാ ഗുഹയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു കൂട്ടിയ പോലെ കഴിച്ചു കൂട്ടാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് 10 ദിവസം കൂടി ചേർത്ത് 40 ആക്കി എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 40 എന്ന എണ്ണത്തിന് പ്രത്യേകിച്ച് വല്ല പ്രാധാന്യവും ഉണ്ടോ? അങ്ങനെ പറയപ്പെടാറുണ്ട്. പ്രവാചകന്മാരുടെ പ്രബോധന ഘട്ടം ആരംഭിക്കുന്നത് പല പ്രവാചകന്മാരും 40-ാമത്തെ വയസ്സിലാണെന്ന് കാണാം. സൂറ അൽ അഹ്ഖാഫില് 40 തികഞ്ഞവരുടെ പ്രാർത്ഥന എന്ന നിലക്കൊരു പ്രാർത്ഥന പ്രത്യേകമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ പല നിലക്കും 40-ന് പ്രത്യേകത ഉള്ളതായിട്ട് പറയാം. അതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം എന്നത് നമുക്കറിയില്ല. അതേ സമയത്ത് ഇങ്ങനെ ചില നമ്പറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷെ അത് വെച്ചുകൊണ്ട് അതിന് അത്ഭുത സിദ്ധിയുണ്ട് എന്നൊന്നും കരുതാൻ ഇതിൽ ന്യായമില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 30-ഉം 10-ഉം എന്ന ചോദ്യത്തിന് ഒരു വ്യാഖ്യാനം, ആദ്യം പറഞ്ഞത് ഇത് തന്നെയാണ്. ആദ്യം 30 പറഞ്ഞു, പിന്നെ 10 കൂടി അതിൻ്റെ കൂടെ ചേർത്തു എന്നുള്ളതാണ്. എന്നാൽ മറ്റു ചില വ്യാഖ്യാനങ്ങൾ, അതിലൊന്ന് ദുൽഖഅദ് 30-ഉം ദുൽഹജ്ജിലെ ആദ്യ 10-ഉം ചേർന്ന 40 ദിവസം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. പിന്നെ മൂസാ നബിക്ക് അല്ലാഹു തആല ഇങ്ങനെ ഒരു സന്ദർഭം നിശ്ചയിച്ചു. പക്ഷേ മൂസ അലൈഹിസ്സലാം ആ സമയത്തിന് മുമ്പ് തന്നെ സീനാ മലയിലെ സ്ഥലത്തെത്തി. ഇങ്ങനൊരു വ്യാഖ്യാനം. എന്നിട്ടോ ദൈവപ്രീതിയിലുള്ള അതിയായ ആഗ്രഹമായിരുന്നു നേരത്തെ അവിടെ എത്താൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിനെ പ്രേരിപ്പിച്ചു. പക്ഷെ അല്ലാഹു തആല അത് ഇഷ്ടപ്പെട്ടില്ല. കൽപ്പിച്ചതിനപ്പുറം പ്രവർത്തിച്ചതിനുള്ള പിഴയായിട്ടാണ് 10 ദിവസം കൂടി എക്സ്ട്രാ കൂട്ടിക്കൊടുത്തത് എന്ന നിലക്ക് വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നത് നമുക്കറിയില്ല. ഇങ്ങനെ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ
അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും 40 ദിവസത്തേക്കാണ് മൂസ അലൈഹിസ്ലാമിന് പ്രത്യേകമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അള്ളാഹു നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഫതമ്മ മീഖാത്തു റബ്ബിഹി എന്ന് പറയുന്നുണ്ട്. പിന്നീട് മീഖാത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിശ്ചിത കാലം എന്നാണ്. മീഖാത്തിന് നിശ്ചിത സ്ഥലം എന്നും നിശ്ചിത സമയം എന്നും അർത്ഥമുണ്ട്. ഹാജിമാര് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് നിശ്ചിത സ്ഥലത്ത് വെച്ചാണ്, അതിന് മീഖാത്ത് എന്ന് പറയും. അതേപോലെ നമസ്കാരത്തിന്റെ സമയം പ്രത്യേക സമയമാണ്. ആ സമയം എന്ന അർത്ഥത്തിൽ മീഖാത്ത് പ്രയോഗിക്കും. ഖിയാമത്തിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത, അന്ത്യദിനം, ആ വിധി തീർപ്പിന്റെ ദിനം, കാന മീഖാത്ത, അത് സമയബന്ധിതമാണ്, നിർണിതമായ സമയത്തിലാണ് അത് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നിശ്ചിത കാലം അള്ളാഹു തആല നിശ്ചയിച്ചു എന്നാണ് മനസ്സിലാക്കുക. അർബഈന ലൈല എന്ന വാക്കാണ് ഉപയോഗിച്ചത്, 40 രാവുകൾ. രാവ് കൊണ്ട് ഉദ്ദേശം എന്താണ്? ദിവസം എന്ന് തന്നെയാണ്. ലൈലത്ത് എന്നതും അതേപോലെ യൗമ് എന്നതും ദിവസത്തിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലൈലത്ത് താ ചേർത്താണല്ലോ പറഞ്ഞത്. അപ്പൊ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ ലൈലുൽ ഖദർ എന്നല്ല, ലൈലത്തുൽ ഖദർ എന്നാണ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് രാവും പകലും ചേർന്ന ഒരു ദിവസം എന്നാണ്. ഇവിടെയും ഉദ്ദേശം 40 രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 40 ദിവസങ്ങൾ എന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അള്ളാഹു തആല മൂസ അലൈഹി ഇസ്ലാമിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്തു? മൂസ അലൈഹിസ്സലാം തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ ഡ്യൂട്ടി ഏൽപ്പിക്കാൻ. മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും അള്ളാഹു തആല പ്രവാചകനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയായിരുന്നു ആ നിശ്ചയം. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാം തന്റെ ജനതയെ വിട്ട് മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ മൂസ അലൈഹി ഇസ്ലാം ഹാറൂൻ അലൈഹി ഇസ്ലാമിനോട് പറയാണ്, വഖാല മൂസ ലി അഖി, സഹോദരനോട് പറഞ്ഞു, ഹാറൂൻ ഉഖ്ലുഫ്നി ഫീ ഖൗമി, നീ എൻ്റെ ജനതയിൽ എൻ്റെ പകരക്കാരനാവണം, നീയാണ് ഇനി അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. വ അസ്ലിഹ്, നീ അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം, നീ നല്ലത് ചെയ്യണം. വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ, നീ കുഴപ്പക്കാരുടെ വഴി സ്വീകരിക്കരുത് എന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം എവിടെയായിരുന്നു ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നത്, സമുദ്ര നിരപ്പിൽ നിന്ന് ഏതാണ്ട് 7000-ൽ പരം 7359 അടി എന്നാണ് ഒരു കണക്കനുസരിച്ച്. അത്രയും ഉയരത്തിലുള്ള സീനാമലയുടെ മുകളിലുള്ള ഒരു ഗുഹയിലാണ് മൂസ അലൈഹി ഇസ്ലാം തപസ്സിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ഈ ഗുഹ ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതിന്റെ സമീപത്ത് ഒരു മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട്. ജസ്റ്റീനിയൻ എന്ന റോമൻ ചക്രവർത്തിയുടെ കാലത്ത് സ്ഥാപിതമായ ഒരു മഠവും അതിൻ്റെ അടുത്തുണ്ട്. പർവ്വതത്തിന്റെ മുകൾ ഭാഗം മിക്കപ്പോഴും മേഘാവൃതമായിട്ട് നിൽക്കുന്നു എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ഇങ്ങനെ ഈ തപസ്സിന് വേണ്ടിയിട്ട് പോകുമ്പോൾ സീനാ താഴ്വരയില് വാദി ഷെയ്ഖ് എന്ന സ്ഥലത്താണ് ഇസ്രയേലിയർ താവളമടിച്ചിരുന്നത്. ഇവിടെ ഇസ്രയേലിയർ പാർത്ത മൈതാനം വാദി അർ റാഹ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവശിക്ഷയെ തുടർന്ന് സമൂദ് ജനതയുടെ ദേശം വിട്ടുപോകുന്ന സ്വാലിഹ് നബിയും സംഘവും കുടിയേറിയത് ഇതിനടുത്തുള്ള ഒരു കുന്നിൻ പ്രദേശത്താണ് എന്നും കരുതപ്പെടുന്നുണ്ട്. ഈ താഴ്വരയിലുള്ള ജബലു ഹാറൂൻ എന്ന കുന്നിലാണ് ഇസ്രയേലരുടെ പശു പൂജയില് അസ്വസ്ഥനായ ഹാറൂൻ അലൈഹിസ്സലാം ചെന്ന് ഇരിപ്പുറപ്പിച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പശ്ചാത്തലങ്ങൾ ആ പ്രദേശത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഹാറൂൻ അലൈഹിസ്സലാമിനെ തൻ്റെ ഡ്യൂട്ടി കൈമാറിക്കൊണ്ട് മൂസ അലൈഹിസ്സലാം ആ മലമുകളിലേക്ക് കയറിപ്പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം നൽകിയ 2 ഉപദേശങ്ങളിൽ ഒന്ന് എന്താണ്? അസ്ലിഹ് എന്നാണ്. നീ നല്ലത് പ്രവർത്തിക്കണം, നീ അവരെ സംസ്കരിക്കണം എന്നാണ് അവരോട് പറഞ്ഞത്. കാരണം അവർ വഴിതെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവര്
പശുപൂജയിൽ താല്പര്യം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ വിഗ്രഹാരാധനയിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളവരാണ്. അതിനാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് മൂസ അലൈഹി ഇസ്ലാം സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിന് നിർദ്ദേശം കൊടുത്തു. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, നീ കുഴപ്പക്കാരുടെ മാർഗം സ്വീകരിക്കരുത് എന്നും പറയാണ്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹം കുഴപ്പത്തിൽ അകപ്പെട്ടു പോകാൻ നീ കാരണക്കാരനാകരുത് എന്നാണ് പറഞ്ഞു കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ 40 ദിവസത്തേക്ക് മൂസ അലൈഹി ഇസ്ലാം യാത്രയായതിനെ കുറിച്ച് ബൈബിളിലും പുറപ്പാട് പുസ്തകത്തിൽ പരാമർശം വന്നിട്ടുണ്ട്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, മലമുകളിൽ എൻ്റെ അടുത്തേക്ക് വരൂ, അവിടെ കാത്തു നിൽക്കൂ, ഞാൻ പ്രമാണങ്ങളും കൽപ്പനകളും രേഖപ്പെടുത്തിയ കൽപലകകൾ ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിനക്ക് തരാം. കല്ലുകൊണ്ടുള്ള പലക, ലൗഹ് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ സൂറയിൽ തന്നെ വരാൻ പോവാണ്. അതനുസരിച്ച് മോശയും സഹായിയായ യോശുവായും എഴുന്നേറ്റ് നിന്നു. യോശ പ്രവാചകനാണ്. മോശെ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. അയാൾ മൂപ്പന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുവോളം ഇവിടെ താമസിക്കും. ഇതാ അഹ്റോനും ഹൂറും നിങ്ങളോടൊപ്പമുണ്ട്. എന്തെങ്കിലും പ്രശ്നമുള്ളവർ അവരെ സമീപിക്കുക. പിന്നീട് മോശെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. കർത്താവിന്റെ തേജസ് സീനായി പർവ്വതത്തിൽ വസിച്ചു. മേഘം 6 ദിവസത്തേക്ക് പർവ്വതത്തെ പൊതിഞ്ഞു. 7-ാം ദിവസം കർത്താവ് മേഘത്തിന്റെ ഇടയിൽ നിന്ന് മോശയെ വിളിച്ചു. കർത്താവിന്റെ തേജസ് പർവ്വതത്തിന്മേൽ എരിഞ്ഞ് കത്തുന്നത് പോലെ ഇസ്രയേൽ ജനത്തിന് കാണപ്പെട്ടു. മോശെ ആ മേഘത്തിലേക്ക് കടന്ന് പർവ്വതത്തിലേക്ക് പോയി. മോശെ 40 പകലും 40 രാവും ആ പർവ്വതത്തിൽ ആയിരുന്നു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട്. അതിനെ തന്നെ ഖുർആനികമായ ശൈലിയാണ് നമ്മളിവിടെ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേകമായ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നേടിയെടുത്തു. അത് തന്നെയാണ് ഇതിൽ നമുക്കുള്ള പാഠം. എന്താണ്? നമ്മൾ സമൂഹത്തിന് ഇസ്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ, അവരെ സത്യത്തിലേക്ക് വിളിക്കുമ്പോൾ ആവശ്യമായ പരിശീലനങ്ങൾ, മുന്നൊരുക്കങ്ങൾ, അറിവുകൾ, പ്രായോഗികമായ തിരിച്ചറിവുകൾ എല്ലാം നേടാൻ ശ്രമിക്കണം എന്ന വലിയ പാഠമുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രബോധന ശൈലി തികച്ചും പ്രതികൂലമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഒരു ഗുണത്തിന് പറയുന്ന വാക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ അകൽച്ചയും സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല പരിശീലനത്തോടു കൂടിയാണ് സത്യമാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ എന്ന പാഠം കൂടി ഈ ആയത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളുടെ ആശയങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ ശ്രദ്ധേയമായ ആശയങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹം അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും വിശ്വാസ വൈകല്യങ്ങളിലും ചെന്നുപെടുന്നത് എന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന സൂക്തങ്ങളാണിത് എന്ന് കാണാൻ സാധിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ തൗഫീഖ് നൽകണേ നാഥ. സത്യം സത്യമായി തിരിച്ചറിയുവാനും അതിനെ പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിൽ നിന്ന് അകന്നു നിൽക്കുവാനുമുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പലവിധ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാഴുന്ന അവസ്ഥയിൽ മുസ്ലിം സമുദായം തന്നെ വഴികേടിലാവുകയാണ്. അല്ലാഹുവേ, ദിശാബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസവും ശിഫയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.